ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ മന്ത്രി കെ മുരളീധരൻ. ഭരണമാറ്റം ആഭ്യന്തര വകുപ്പിൽ പ്രകടമാകുന്നില്ല എന്ന പരോക്ഷമായ വിമർശനമുയരുന്നു. ചില പോലീസുകാർക്ക് ഭരണം മാറിയത് അറിയില്ല. ആഘോഷത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചതും പ്രതികൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തതും കോൺഗ്രസുകാരെ സ്റ്റേഷനിലിട്ട് തല്ലിയവരാണ്. ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും മുരളീധരൻ. ആദ്യം പ്രതികരണത്തിലേക്ക്. ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജ്യോതിഷ്, പൊതുസമൂഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അതേ ചോദ്യമാണ് എന്തായാലും കെ മുരളീധരൻ ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രിസഭയിൽ തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ രമേശ് ചെന്നിത്തലയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് സുരക്ഷിതമല്ല എന്ന ഒരു തോന്നൽ അവർക്ക് തന്നെ വന്നു എന്നുള്ളതാണോ? രാഖി, തീർച്ചയായിട്ടും അതുതന്നെയാണ്. അതായത് വി ഡി സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാർ തമ്മിൽ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇപ്പോഴും UDF-ന്റെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കീഴിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പരോക്ഷമായിട്ടിപ്പോൾ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികൾ, അതായത് IP ബിനു ഉൾപ്പെടെയുള്ള ED ആക്രമിച്ച കേസിലെ പ്രതികൾ ഓണാഘോഷിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് CPM ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാർ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ED കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന, അവർക്ക് ഓണക്കോടി വാങ്ങിച്ചു കൊടുത്തതും അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വിമർശനം. കടുത്ത രീതിയിലുള്ള വിമർശനമാണ്. ഇപ്പോഴും UDF-ന്റെ സർക്കാരിൻ്റെ കീഴിലേക്ക് ഇപ്പോൾ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രവുമല്ല, പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇവർ ഒപ്പിടാൻ വന്നവരാണ്. പക്ഷേ അതേ വേഷത്തിൽ, അതായത് നീല വസ്ത്രത്തിൽ, അതായത് പോലീസുകാർ തന്നെ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്ത വസ്ത്രമാണെന്ന് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവർ ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിലെ പല ഉദ്യോഗസ്ഥരും CPM-ന്റെ അടിമകളായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അല്ലെ, CPM-ന്റെ നമുക്ക് മുരളീധരന്റെ കെ മുരളീധരൻ മന്ത്രിയുടെ പ്രതികരണം കൂടി കേൾക്കാം. അത് ഊഞ്ഞാലാടുകയും ചെണ്ട കൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഭരണം മാറിയത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് പോലീസിൽ. അതിൻ്റെ ദോഷം അത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന് മുണ്ടും ഷർട്ടും വാങ്ങിച്ചു കൊടുത്ത പോലീസുകാർ വരെയുണ്ട്. അതാ പറഞ്ഞത്, ഭരണം മാറിയത് അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാരെ സ്റ്റേഷനിലിട്ട് തല്ലിയ വിദ്വാനാണ് ഈ ആഘോഷത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി. ഞാൻ പേര് പറഞ്ഞു, മന്ത്രി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം മ്യൂസിയം സ്റ്റേഷനിൽ കോൺഗ്രസ്സുകാരെ തല്ലുന്ന ജോലിയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ആ വിദ്വാനാണ് ആഘോഷത്തിൻ്റെ പിന്നിൽ. ആ വിദ്വാൻ പറഞ്ഞിട്ടാണ് ഈ പഴയ കൗൺസിലർക്ക് മുണ്ടും ഷർട്ടൊക്കെ വാങ്ങിക്കൊടുത്തത്. എന്തായാലും ഭരണം മാറിയതറിയാത്ത ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ CPM-ന് ഇങ്ങനെ ഓശാന പാടി CPM ക്രിമിനലുകളെ സംരക്ഷിക്കുന്നവർ ഉണ്ട് എങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് വരേണ്ടത്. അതിനുള്ള ആർജവും രമേശ് ചെന്നിത്തല ഭരണകൂടം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള വകുപ്പിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.